ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മുതൽ കേട്ടു തുടങ്ങിയതാണല്ലോ ED റൈഡ്. പിണറായി വിജയന്റെ, മുഹമ്മദ് റിയാസിന്റെ, കരിമണൽ മുതലാളിയുടെ ഒക്കെ കേന്ദ്രങ്ങളിൽ, വീടുകളിൽ ED റൈഡ് നടത്തുകയാണ് എന്നൊക്കെ രാവിലെ മുതൽ അതിന്റെ ലൈവും കാര്യങ്ങളും ഒക്കെയായി എല്ലാ ചാനലുകളും വളരെ സജീവമായി തന്നെ ഉണ്ട്. അവസാനം ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. ഏതായാലും അതൊക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ, അത് അതിന്റെ നിയമവശങ്ങൾ അനുസരിച്ച് ആയിരിക്കും അത് മുന്നോട്ട് പോവുക. അതിലിപ്പോൾ അഭിപ്രായത്തിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം അത് കോടതിയുടെ അനുമതി അന്വേഷണം തുടരുവാൻ ലഭിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ അത് അവരുടെ പ്രൊസീജിയർ അനുസരിച്ച് അതൊക്കെ മുന്നോട്ട് പോകും. അപ്പോൾ അതിൽ കൂടുതൽ അഭിപ്രായങ്ങൾക്ക് പ്രസക്തിയില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യം വ്യക്തമാണ്, പിണറായി വിജയന്റെ ഗ്രാഫ് ഉയർന്നു കഴിഞ്ഞു. എന്തുകൊണ്ട്? എല്ലാ ഏരിയ കമ്മിറ്റി മുതൽ അങ്ങോട്ടും അദ്ദേഹത്തിന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു. പാർട്ടിയെ ഒറ്റ ഫോട്ടോ വെച്ച് പാർട്ടിയെ നയിച്ച ആള്, അങ്ങനെയൊക്കെ പറഞ്ഞ് പാർട്ടിയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ വിമർശനങ്ങളൊക്കെ ഒരു ദിവസം പുലർന്ന് രാത്രിയാകുമ്പോഴേക്കും പാർട്ടി ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന്റെ മുന്നിൽ അണിനിരന്നു കഴിഞ്ഞു. കേരളത്തിലും ഡൽഹിയിലും പ്രതിഷേധം നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഒക്കെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സെക്രട്ടറി തിരുവനന്തപുരത്തും ഒക്കെ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. അദ്ദേഹത്തിന്റെ കണ്ണൂരുള്ള വസതിയിൽ നടന്ന റൈഡിന് വസതിയുടെ പുറത്ത് അവിടുത്തെ നേതാക്കളൊക്കെ പങ്കെടുത്തു പ്രതിഷേധത്തിൽ. ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ കണ്ട വാർത്തകൾ. ഇങ്ങനെയൊക്കെയാണെങ്കിലും പാർട്ടി ഒരു വിലയിരുത്തലും കാര്യങ്ങളൊക്കെയായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഈ അവസരത്തിൽ എല്ലാ കമ്മിറ്റികളിൽ നിന്നും അദ്ദേഹത്തിന്, കൂടുതൽ കമ്മിറ്റികളിൽ നിന്നും വിമർശനങ്ങളാണ് ഏറ്റിരുന്നത്. ആ വിമർശനങ്ങളൊക്കെ ഒരു ദിനം പുലർന്ന് അത് അവസാനിക്കുമ്പോഴേക്കും കാറ്റിൽ പറന്നുപോയി എന്നുള്ളത് കൊണ്ട് തന്നെ CPM-ഉം പിണറായി വിജയനും, പ്രത്യേകിച്ച് പിണറായി വിജയന് തീർച്ചയായും ഇത് നല്ല ഗ്രാഫ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. പാർട്ടി പ്രവർത്തകരൊക്കെ ഒറ്റക്കെട്ടായി തങ്ങളുടെ നേതാവിന്റെ പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു എന്നാണ് ഇതിൽ മനസ്സിലാക്കുന്നത്. കേസ് എവിടെ എത്തില്ല എന്നുള്ളതൊന്നും അല്ല നമ്മുടെ ചർച്ചാ വിഷയം. പിണറായി വിജയന്റെ ഗ്രാഫ് ഉയർന്നു കഴിഞ്ഞു. അത് ഈ ED റൈഡോട് കൂടി തന്നെ അത് പാർട്ടി പ്രവർത്തകരെ ഉണർത്തി. പാർട്ടി പ്രവർത്തകർ അതിനെ പ്രതിരോധം തീർക്കുവാൻ വേണ്ടി രംഗത്ത് വന്നു. ഇനിയിപ്പോൾ വൈകിട്ട് പന്തംകുളത്തെ പ്രകടനങ്ങൾ, കാര്യങ്ങൾ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ പാർട്ടി കൂടുതൽ ഉണർവേകി എന്ന് തന്നെയാണ് ഈ ED റൈഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതൊരു മറ്റൊരു ഡീലായിക്കൂടെ എന്ന് UDF-കാർ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിന് പ്രത്യേക ഉത്തരം പറയാൻ സാധ്യമല്ല. പിണറായി വിജയനെതിരെ ഉണ്ടായിരുന്ന അക്രമ സംഭവങ്ങൾ, പാർട്ടിയുടെ ഉള്ളിൽ നിന്നുണ്ടായിരുന്ന വിമർശനങ്ങൾ, ആ വിമർശനങ്ങളൊക്കെ മുനയടിഞ്ഞു. എല്ലാ പ്രവർത്തകരും, എല്ലാ നേതാക്കളും, കേന്ദ്ര സംസ്ഥാന നേതാക്കളൊക്കെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ പ്രവർത്തകരും അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നു കഴിഞ്ഞു. ഇത് തന്നെയാണ് ഈ ED റൈഡ് കൊണ്ട് ഉണ്ടായ മാർക്സിസ്റ്റ് പാർട്ടിക്കും പിണറായി വിജയന് പ്രത്യേകിച്ചും ഉണ്ടായ ഗ്രാഫ്. ഈ ഒരു ഗ്രാഫ് അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത് എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ ED റൈഡ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇതൊന്നും ഒരു അവസാനമല്ല, തളർത്താൻ കഴിയില്ല, ഇങ്ങനെയുള്ള സ്ഥിരമായ ഡയലോഗുകളൊക്കെ അദ്ദേഹവും പറഞ്ഞു. അതും പ്രവർത്തകർക്ക് വളരെ ആവേശം തന്നെയായിരുന്നു. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും പ്രതിഷേധങ്ങളും, പ്രത്യേകിച്ച് റൈഡ് നടക്കുന്ന കേന്ദ്രങ്ങളിൽ പ്രത്യേക പ്രതിഷേധങ്ങളും, മറ്റുള്ളിടങ്ങളിലും പ്രതിഷേധങ്ങളും ഒക്കെ അതും നടന്നു. അപ്പോൾ ഇപ്പോൾ കൊച്ചിയിലും മറ്റുമൊക്കെ UDF-ന്റെയും പ്രതിഷേധങ്ങളുണ്ട്.
പ്രതിപക്ഷ നേതാവ് രാജിവെക്കുക എന്ന് പറഞ്ഞു. അത് ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ കേസ് എവിടെ എത്തും എത്തിയില്ല എന്നുണ്ടെങ്കിലും എന്താണെങ്കിലും കേസിന്റെ ഗതി എന്തായാലും കേസ് ഡൽഹിയിലേക്ക് മാറ്റും എന്നൊക്കെ പറയുന്നു. അത് ഒരു വശത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്താണെങ്കിലും കേസ് നടന്നാലും നടന്നില്ലെങ്കിലും എവിടെയെങ്കിലും എത്തിയാലും എത്തിയില്ലെങ്കിലും അത് എവിടെ എത്തിയാലും എന്താണെങ്കിലും പിണറായി വിജയന്റെ ഗ്രാഫ് പരമാവധി ഉയർന്നു കഴിഞ്ഞു. പാർട്ടി പ്രവർത്തകരും അദ്ദേഹത്തിന്റെ കൂടെ തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി പ്രകടനങ്ങളും പൊതുയോഗങ്ങളും ഒക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ശക്തിയാവാൻ തന്നെയാണ് സാധ്യത. അപ്പോൾ ഈ ED റൈഡ് കൊണ്ട് പിണറായി വിജയന്റെ ഗ്രാഫ് പരമാവധി, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിശബ്ദരായി നിന്നിരുന്ന ആളുകളൊക്കെ ഉണർന്നു പ്രവർത്തിച്ചു തുടങ്ങി എന്ന് തന്നെയാണ് മനസ്സിലാക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ ഗ്രാഫ് പരമാവധി ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ED റൈഡ് പിണറായി വിജയന്റെ ഗ്രാഫ് പരമാവധി ഉയർത്തിയിരിക്കുകയാണ്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.